ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് മനോഹരമായൊരു ടിക്ടോക്ക് ഉണ്ട്. ടിക് ടിക് ഉണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളുടെയൊക്കെ തലയിൽ, സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുടെ തലയിൽ ഒക്കെ ചെയിൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ടിക് ടിക് ഉണ്ടാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ചെയിൻ സ്റ്റോൺ വേണം. ടിക് ടിക് മെയിൻ ഐറ്റമാണ് ടിക് ടിക്. പിന്നെ വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ചെറിയൊരു ബീഡ് വേണം, ഗോൾഡൻ ബീഡ്. പിന്നെ അഡൻസീവ് ഗം വേണം. അത് B7000, അത് മൾട്ടിപർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ കത്രിക, അത് മുറിക്കാനായിട്ട്. അപ്പോൾ 2 എണ്ണം വേണേ സെറ്റായിട്ട് ഉണ്ടാക്കാനായിട്ട് ടിക് ടിക് വേണ്ടത്. നമ്മളാദ്യം ആ ടിക് ടിക്കിൻ്റെ അളവിൽ സ്റ്റോൺ ചെയിൻ മുറിച്ചെടുക്കണം. കറക്റ്റ് അളവ് നോക്കിയിട്ട് മുറിച്ചെടുത്തിട്ട് നമ്മളത് കത്രിക ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിരിച്ചാൽ മതി, ഇതിന് ഒടിഞ്ഞു പോകും. അങ്ങനെ ചെയിൻ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ വേണ്ടത് ടിക് ടിക് തുറന്നിട്ട് അതിനിടയ്ക്ക് നമ്മളൊരു പേപ്പറോ അല്ലെങ്കിൽ ഇത് തുണി കഷ്ണമോ എടുത്ത് വെക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഗമ്മ് തേക്കുന്ന സമയത്ത് അടിയിലോട്ട് പടരാതിരിക്കാനും അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ടത് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഗം തേക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഒഴുകിപ്പോയെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും, പെട്ടെന്ന് ഇത് ഇളകി വരുന്നത് ഗമ്മല്ല, അതുകൊണ്ടാണ്. എന്നിട്ട് ആവശ്യത്തിന് ഒരുപാട് ഗമ്മ് പ്രസ് ചെയ്ത് അതിൽ വീഴത്തരുത്. ആവശ്യത്തിനുള്ള ഗം മാത്രം മേലോടിങ്ങി താഴോട്ടിങ്ങനെ ചെറുതായിട്ട്. ഇത് പെട്ടെന്ന് ഉണങ്ങുന്ന ഗമ്മല്ല, ഇത്തിരി ടൈം എടുക്കും. അതുകൊണ്ട് പെതുക്കെ തേച്ചാൽ മതി. പെതുക്കെ തേച്ച് ആ സൈഡിൽ കൂടെ അവിടെ ഇത്തിരി താഴ്വശത്ത് കുറച്ചേറെ തേക്കണം, കാരണം അവിടെ സ്റ്റോൺ കൂടെ വെക്കാനുള്ളതാണ്. അത് നമ്മൾ 2 സൈഡിലും അതുപോലെ നന്നായിട്ട് ഗം തേച്ചതിന് ശേഷം നന്നായിട്ട് തേക്കുക. കാരണം ഇതിൻ്റെ അറ്റത്തൊരു ജസ്റ്റ് നീഡിൽ പോലെ ഒരു ചെറുതായിട്ട് അതിനകത്തൊന്ന് വരികയുള്ളൂ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ, ഒരു ബെല്ലൈക്കണിലൂടെ എൻഹാൻസ് ചെയ്യണം. അതുപോലെ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഇത് സിമ്പിളാണ്. വീട്ടിലേത് വീട്ടമ്മമാർക്കും പ്രത്യേകിച്ച് വെറുതെ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ മക്കൾക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് കൊടുക്കാനൊക്കെ. നമ്മളെ ചെയിന് വളരെ തിരിഞ്ഞ് പോകരുത്, സ്റ്റോൺ താഴെയായി പോകരുത്. വളരെ കെയർഫുള്ളായിട്ട് അതിങ്ങനെ ആ ഗമ്മ് തേച്ചതിൻ്റെ തൂരി ആദ്യം ഇങ്ങനെ വെക്കുമ്പോൾ ശരിയായിട്ടിരിക്കത്തില്ല. പക്ഷെ നമ്മളത് ജസ്റ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്താൽ മതി. നമ്മൾ എപ്പോഴും വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും ഇതുപോലൊക്കെ ചെയ്യണം. നമ്മുടെ മനസ്സിന് തന്നെ ഒരാനന്ദമാണ്. മാത്രമല്ല, മിക്കവാറും വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ആവശ്യമില്ലാത്ത ചിന്തയെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തെക്കുറിച്ചുള്ള ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ കയറി വരും. ഇതിങ്ങനെ എന്തെങ്കിലും നമ്മൾ എൻഗേജ് ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളതായ പ്രശ്നങ്ങൾ വളരെ കുറവായിരിക്കും. പിന്നെ മനസ്സിൻ്റെ ഒരു ആനന്ദം. പിന്നെ ഇതുണ്ടാക്കി ബൾക്കായിട്ട് ഉണ്ടാക്കിയിട്ട് കടയിൽ കൊണ്ട് കൊടുക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഓൺലൈൻ വഴി വിൽക്കാനൊക്കെ സാധിക്കും. അങ്ങനെ ഒത്തിരി പേര് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇൻകം വരുന്നത് സോഴ്സ് ആയതുകൊണ്ട് നമുക്കത് മനസ്സിനൊരു സന്തോഷമാണ്. പ്രത്യേകിച്ച് വീട്ടിലൊക്കെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ആർക്കും വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. സ്ത്രീകളെന്നൊന്നുമില്ല, കൊച്ചുകുട്ടികൾക്ക് പോലും ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഗമ്മ് വളരെ സൂക്ഷിക്കുന്നത്, കണ്ണിലൊക്കെ തെറിച്ചാൽ വളരെ ഡേഞ്ചറാണ്. ഇച്ചിരി ടൈം എടുക്കും അതൊന്ന് ഒട്ടി വരാനായിട്ടേ. അതുപോലെ ഈ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ട് ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല, ഒരാളെ ഹെൽപ്പ് ചെയ്യുകയാണ്.
അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതോടുകൂടി ഒരു കമൻറ്റൊക്കെ ഇടുകയാണ്. ഒരു 500 കമൻറ്റെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിനകത്ത്. അല്ല, നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ ഇതിനകത്ത് കമൻറ്റ് വഴി രേഖപ്പെടുത്താം. കാരണം എല്ലാ മനുഷ്യരും പെർഫെക്റ്റ് ഒന്നുമല്ല. ഇതിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളുണ്ട്. അവർക്കൊക്കെ ഇത് കാണുമ്പോൾ അവർക്ക് അഡ്വൈസ് ഒക്കെ തരാനായിട്ട് പറ്റും. ഇച്ചിരി ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ആ തുണിയും എടുത്ത് കളയുക. ഇത്ര സിമ്പിളായിട്ടുണ്ടാക്കി അത് ഗം ഉണങ്ങുന്ന ടൈം വരെ അത് നമ്മൾ സൂക്ഷിക്കുക. അല്ലെങ്കിൽ ഉണ്ടല്ലോ അതും കൂടി ചെയിന് വീണ്ടും മാറിപ്പോകും. പൊസിഷൻ മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് ഷേപ്പ് കിട്ടാത്തതുപോലെ തോന്നും നമുക്ക്. കണ്ടില്ലേ, ഇത്ര സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കി. ഈ വീഡിയോ കണ്ടിട്ട് ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എനിക്ക് അഭിപ്രായങ്ങൾ വിടണേ. ചിലപ്പോൾ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ഫോൾട്ടൊക്കെ വരും. എന്നാലും പിന്നീട് അത് നമ്മൾ പെർഫെക്റ്റ് ആയി തീരും. അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും. ഒരു തവണ ഉണ്ടാക്കി ശരിയല്ല നമ്മൾ ആ പ്രവൃത്തിയിൽ നിന്ന് ഉപേക്ഷിക്കരുത്. കൂടുതൽ നമ്മൾ ചെയ്യുമ്പോഴാണ് അതിൽ എക്സ്പെർട്ട് ആവുന്നത്. കേട്ടില്ലേ, നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദിവസവും ചെയ്യുമ്പോൾ ഏത് കഠിനമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് അങ്ങനെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്.